മുണ്ടക്കയും ചൂരൽമലയിലും ദുരിതക്കാഴ്ചയാണ് എങ്ങും കാണുന്നത്. അതോടൊപ്പം തന്നെ പറയേണ്ടത് ഇതിനോട് ചേർന്ന് കിടക്കുന്ന വില്ലേജ് റോഡ് എന്ന പ്രദേശമാണ്. ഈ പ്രദേശത്ത് ആളപായമോ മറ്റ് പരിക്കോ വീട് വലിയ തോതിൽ ഒന്നാകെ അപ്പാടെ തകരുന്ന സ്ഥിതിയോ ഉണ്ടായിട്ടില്ല. എന്നാൽ പോലും ഞാനിപ്പോൾ നിൽക്കുന്ന വീട്ടിലുൾപ്പെടെ വലിയ തോതിൽ മണ്ണും ചെളിയും മരവും എല്ലാം വന്ന് അടിഞ്ഞ് ഈ വീട് ഉപയോഗിക്കാൻ പോലും ആവാത്ത വിധം നശിച്ച അവസ്ഥയിലാണുള്ളത്. ഒപ്പം തന്നെ ഇവിടെയുള്ള ഓരോ വീട്ടുകാരും തലനാരിഴയ്ക്കാണ് ഈ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. കാരണം ഈ അപകടമുണ്ടായി എല്ലാം കുത്തിയൊലിച്ച് വന്നതിന് ശേഷമാണ് ഇവർക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ കഴിഞ്ഞത്. ആ നിലയ്ക്ക് തലനാരിഴയ്ക്ക് ഭാഗ്യം കൊണ്ട് മാത്രം ഈ അപകടത്തിൽ നിന്ന് ജീവഹാനി സംഭവിക്കാതെ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ നമുക്ക് കാണാം, ഈ ദൃശ്യങ്ങളിൽ കാണാം, കൃത്യമായി തന്നെ ചെളിയിൽ പുതഞ്ഞു കിടക്കുകയാണ് ഈ വീടിന്റെ മുറ്റം. ഇതേപോലെ തന്നെയാണ് ഈ പ്രദേശത്തെ മറ്റു വീടുകളുടെയും സ്ഥിതി. ഇവിടെ ഇപ്പോൾ ഈ വൃത്തിയാക്കൽ നടപടികൾ പുരോഗമിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കൃത്യമായി കാണാം എത്രത്തോളം നാശം, എത്രത്തോളം ദുരിതം ഈ ഭാഗത്ത് ഈ പ്രദേശത്ത് ഒന്നാകെ ഉലച്ചു എന്ന് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. നമ്മുടെ ക്യാമറമാൻ ഈ ചെളിയിലൂടെ നടക്കാൻ പോലും ആകാതെ, ചെളിയിൽ കാൽ പുതഞ്ഞ് നടക്കാൻ പോലും ആകാതെ ബുദ്ധിമുട്ടുകയാണ്. ഈ വീടിന്റെ മുറ്റത്താണ് ഇത്രത്തോളം ചെളി എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ നിലയ്ക്ക് അത്രത്തോളം ചെളി വീടിന്റെ മുറ്റത്ത് മാത്രം വന്ന് അടിഞ്ഞിട്ടുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ നമ്മളിപ്പോൾ ഈ വീട്ടുകാരൻ ചേരുന്നുണ്ട്. നിങ്ങളുടെ പേരെന്തായിരുന്നു? ഇത് എന്താ നിങ്ങളെ അറിഞ്ഞു ആ സമയത്ത്? ഞങ്ങളൊരു 1:30 മണിക്കാകുമ്പോ മോമെന്ന് വിളിച്ചതാ. മുകളിൽ അവര് കിടക്കണേ, ഞങ്ങള് താഴെയും കിടക്കണേ. അപ്പൊ ഞങ്ങളെ വന്ന് വിളിച്ചു കഴിഞ്ഞപ്പോ ഞങ്ങള് പെട്ടെന്ന് എണീച്ച് ഞാൻ പുറത്ത് വന്ന് നോക്കി. പുറത്ത് വന്ന് നോക്കുമ്പോ ഒച്ച കേൾക്കുന്നുണ്ട്. അപ്പൊ പൊട്ടുന്ന സൗണ്ട് കേട്ടപ്പോ ഞങ്ങൾ എന്ത് ചെയ്തു, ഓടി മേലെ കയറി. ഇതിന്റെ പോർച്ചിൽ വന്ന് നോക്കിയപ്പോ ഞങ്ങൾക്ക് തോന്നി ഇതിവിടെ നിന്ന് തന്നെ അപകടമായിരുന്നു. അജാതി പൊട്ടും ഒച്ചയേക്കാൻ കാണാ. അപ്പൊ ഞങ്ങൾ എന്തായാലും മരിച്ചെന്നൊക്കെ വിചാരിച്ചു. ഞാനും വിചാരിച്ചിരുന്നു. മറ്റോലൊക്കെ അകത്താണ്, ഞാൻ പുറത്ത് ഞാൻ വിചാരിച്ചതെല്ലാം പോയി. ഇനി മക്കളെ ഇവിടെ പുറത്താക്കിയില്ലല്ലോ എന്നൊക്കെ വിചാരിച്ചു. പിന്നെ എന്തോ പെട്ടെന്ന് വന്ന് വെള്ളം അങ്ങോട്ട് നിറഞ്ഞ് പിന്നെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്ക് വെള്ളം കുറേശ്ശെ വലിയല്ലോ തുടങ്ങി. പിന്നെ അങ്ങ് സമാധാനമായി. പിന്നെ രണ്ടാമത്തെ പൊട്ട് മെല്ലെ മേലിന് ഒച്ച കേൾക്കുമ്പോൾ ഞങ്ങൾ ഓടി ആ കുന്ന് കയറി മേലത്തെ ആ വീട്ടിൽ പോയി നിന്ന്. അങ്ങനെ പിന്നെ ഞങ്ങള് 5:30 മണിയായപ്പോ അവരെല്ലാരെയും കൂട്ടി ഇറക്കി കൊണ്ടുവരാൻ വേണ്ടി നോക്കുമ്പോ പിന്നെയും പൊട്ടുക. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് രാവിലെ ഒരു 7 മണിയായപ്പോ ഞങ്ങൾ ഇവിടുന്ന് സ്ഥലം വിട്ട് കുന്നമ്പറ്റ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോയി. ഇപ്പൊ കുന്നമ്പറ്റ താമസിക്കുന്നത്. ക്യാമ്പിലല്ല, ക്യാമ്പിലേക്ക് ഇപ്പൊ പോണാണ് ബന്ധുവീട്ടിലാണ് അങ്ങനെ താമസിക്കുന്നത്. ഇവിടെ എത്ര അംഗങ്ങളുണ്ട്? ഇവിടെ 9 ആളുണ്ട്, കുട്ടികൾ ഉൾപ്പെടെ. ഓരൊക്കെ ഇപ്പൊ ഓരോ വീട്ടുകളിൽ പോയിക്കാം. ഈ പ്രദേശത്തെ എല്ലാ വീട്ടിലും ഇതേപോലെ തന്നെ എല്ലാരും ഓടിയിട്ട് ഇവിടെ അവിടെയൊക്കെ കേറി നിന്ന് എങ്ങനെയൊക്കെ രക്ഷപ്പെട്ടതാണ്. എന്തോ ഭാഗ്യമുണ്ട്. 1:30ക്കും 2 മണിക്കും ഇടയിലാണ് ഫസ്റ്റ് പൊട്ടി. പിന്നെ ഒരു 3:30-4 മണിന്റെ ഇടയിലാണ് രണ്ടാമത്തെ പൊട്ടി. പിന്നെ ഒരു 5:30 സമയം കറക്റ്റ് നോക്കിയിട്ടുണ്ട്. ഒരു 5:30 ഞാൻ അവിടെ പോയി മേലെ പോയി ഓരോ എല്ലാരെയും വിളിച്ചു. അവർക്ക് വെള്ളമൊന്നും കിട്ടാതെ വിളിച്ച് കൊണ്ടുവരാണ്. ഇവരെ വീട്ടില് പിന്നെ ഗ്യാസൊക്കെ ഉണ്ട്. അപ്പൊ അവിടെ കൊണ്ടുവന്ന് ചായ വെച്ചാന്ന് വിചാരിച്ച് നോക്കുമ്പോഴേക്കാണ് 3ാമത്തെ പൊട്ടി. പിന്നെ ആരെയും നമ്മൾ വിളിച്ചു കൊണ്ടുവരാൻ പറ്റൂലല്ലോ. അഥവാ യാദൃശ്യമായി പൊട്ടിയാൽ നമ്മൾ വിളിച്ചിട്ടാണ് വന്നതെന്നൊക്കെ ഉള്ള പരാതികൾ വരില്ല. പിന്നെ മുണ്ടാതെ പിന്നെ നേരം വെളുത്തതിന് ശേഷം എല്ലാരും വന്നിട്ട് അങ്ങനെയാണ് ഉണ്ടായത്. വീടിനകത്തൊക്കെ ചളിയായിരുന്നു. ഇപ്പൊ ഇന്നലെ 5-8 ആള് വന്നിട്ട് ക്ലിയർ ആക്കി. ഇന്നിപ്പോ ബാക്കിയൊന്ന് ക്ലിയർ ആക്കുന്നില്ല, താമസിക്കണ മുറ്റത്ത് ചളിയും. ബേക്കില് ഭയങ്കര ഒന്ന് പോയി നോക്കി. ബേക്കില് ഭയങ്കര. എന്തായാലും ഇതാണ് ഈ ദുരന്ത ഭൂമിയിലെ നേർക്കാഴ്ച. നമുക്ക് വിവരിക്കാൻ കഴിയില്ല, അത്രയധികം ദുരന്തമാണ് ഈ ഭാഗത്താകെ വിതച്ചത്. അതുകൊണ്ട് വന്നോട്ടെ, ഇവിടെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും വലിയ തരത്തിൽ മണ്ണും ചെളിയും വന്ന് അടിയുന്ന സ്ഥിതിയാണ്. എന്താ ഇവിടെ ആകെ ഇതായിരുന്നു, മണ്ണും മൊത്തത്തിൽ മണ്ണാണ്. ഈ ഭാഗം മൊത്തം ഇങ്ങനെ, ഇതൊക്കെ നല്ല ഒരു കളാണ്. ഇതൊക്കെ വന്ന് മണ്ണ് വന്ന് അങ്ങനെ പറമ്പാണ്. ഈ സൈഡിൽ കൂടെ വെള്ളം കൊണ്ട് കയറിയതാണ്. നമ്മളിപ്പോ ഈ കാണുന്ന അത്ര ഹൈറ്റിൽ മണ്ണില്ലല്ലോ. ഇല്ല, ഇതാ ഇവിടെ മുറ്റതാ. ഇതൊക്കെ ഇനിയും താഴുണ്ട്. ആ കൈക്കോട്ടൊക്കെ നമ്മളെ മൊത്തം അടിഞ്ഞ് മണ്ണും വന്ന് അടിഞ്ഞതാണ്. ഫുള്ള് ഇത് എക്സ്ട്രാ വന്ന് അടിഞ്ഞതാണ്. ഫ്രണ്ടില് അല്ല, അവിടെയുള്ള ആൾക്കാർ വിളിച്ചിരുന്നു ഇങ്ങോട്ട്, വെള്ളം വരുന്നുണ്ട് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഓല ഇറങ്ങി ഓടി. അപ്പോഴത്തേന് വെള്ളം ഇവിടെ എത്തിക്കണേ. ഓലൊക്കെ ഭാഗ്യം കൊണ്ട് കഴിച്ചില്ലായതാണ്. ഒരുപാട് മരവും മറ്റും അതാ ഇങ്ങോട്ട് ഇറങ്ങിയേക്കാണ്. അതൊക്കെ വന്ന് വെള്ളം മരം വന്ന് അടിഞ്ഞതാണ്. ശരിക്കും നിങ്ങൾ തലനാരയ്ക്ക് ഇവിടെ അങ്ങനെയല്ലേ രക്ഷപ്പെട്ടതാണ് സംഭവം. രണ്ടാമത്തെ പൊട്ടും 3ാമത്തെ പൊട്ടൊക്കെ നമ്മള് സൗണ്ട് മാത്രമേ കേൾക്കുന്നില്ല. ഇതിലെ എങ്ങനെ വരുന്നതെന്നൊന്നും അറിയില്ല.
രണ്ടാമത്തേന് ഞങ്ങൾ അങ്ങോട്ട് മേലോട്ട് കയറി. ഇതിപ്പോ താമസിക്കാൻ പറ്റാത്ത വിധത്തിലായിട്ടുണ്ട്. ഇപ്പത്തെ നടക്കാനില്ല, താമസിക്കാൻ പറ്റില്ല. വെള്ളം കിണറ്റിലൊക്കെ വെള്ളം മറിഞ്ഞിക്കണ്. മൊത്തം ചെളിയാണ്. ചെളി വന്നറിഞ്ഞോണ്ട് വെള്ളമല്ല ഇപ്പൊ കുപ്പിവെള്ളത്തിലൊക്കെ വെള്ളം വരിയൂല. ഇത് കണ്ടില്ലേ മൊത്തം ഇങ്ങോട്ടായിട്ട് ചെളി അങ്ങ് അടഞ്ഞിരിക്കുന്നത്. വെള്ളം ഇവിടെ തന്നെയാണ് കെട്ടിക്കിടക്കുന്നത്. ചതുപ്പ് പോലെ. എന്തായാലും നമുക്ക് വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള ദുരിതമാണ് ഈ പ്രദേശത്തെയാകെ ബാധിച്ചിട്ടുള്ളത്. അത് നമുക്ക് വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ കഴിയില്ലെങ്കിൽ നമ്മൾ ഈ ക്യാമറ കണ്ണിലൂടെ, ക്യാമറ കാഴ്ചയിലൂടെ അത് നമുക്ക് മനസ്സിലാക്കിക്കാൻ കഴിയില്ല. ആ നിലയ്ക്ക് വാക്കുകൾക്കതീതമായ തരത്തിൽ ഈ ഭാഗത്ത് ആകെ ദുരന്തം വിധിച്ച് നാശം വിതച്ച സ്ഥിതിയാണുള്ളത്. അത്രയധികം പ്രയാസത്തിലാണ് ഇപ്പോൾ. ഈ ദുരന്തത്തിൽ നിന്ന് തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടവരും ആ നിലയ്ക്ക് പ്രയാസത്തിലാണ്. വീടുകൾ താമസിക്കാൻ പോലും ആകാത്ത വിധത്തിലായിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തായാലും ഇവരിപ്പോൾ താൽക്കാലികമായി ഇവിടെ നിന്ന് മാറി താമസിക്കുകയാണ്. അങ്ങനെ നിരവധി പേരുകളാണ് ഷബീർ പറഞ്ഞതുപോലെ. ഇനി താമസയോഗ്യമല്ലാതായ നിരവധി വീടുകളാണ് ആ ഭാഗങ്ങളിലെല്ലാം ഉള്ളത്. ഈ ദുരന്തം ബാധിച്ചില്ലെങ്കിൽ കൂടി അതിൽ നിന്ന് വന്ന ചെളിയും മണ്ണും എല്ലാമായി, കല്ലുകളും മരങ്ങളും ഒക്കെയായി താമസയോഗ്യമല്ലാതായി മാറിയ നിരവധി വീടുകളും അവിടെ ഉണ്ട് എന്നുള്ള കാഴ്ചയാണ് കണ്ടത്.